അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്കാണ്. അപ്പോൾ നമ്മളിത് 1 kg വെയിറ്റിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു കാരമൽ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. ഒരു പാനിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയിട്ട് ആ ഒരു ഗോൾഡ് കളറിലേക്ക് കിട്ടണം. അപ്പോൾ ഒന്ന് പതഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ലവണ്ണം ശ്രദ്ധിച്ചോളണം കേട്ടോ. നമ്മൾ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിക്കുമ്പോൾ പുറത്തേക്ക് തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് ടൈം ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് തിളപ്പിച്ചിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒന്ന് മാറ്റി നമുക്ക് തണുത്ത് കിട്ടണം കേട്ടോ. അപ്പോൾ തണുത്ത് വരുന്ന സമയത്ത് കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് ഈ ഒരു സിറപ്പ് കിട്ടെ. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് വേണ്ട ഫ്ലോർ മിക്സൊക്കെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ 1.5 കപ്പ് അളവിൽ മൈദ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 250 ml ആണ് കേട്ടോ ഇതിൽ പറയുന്ന കപ്പളവെല്ലാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ 1/2 ടീസ്പൂൺ തന്നെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ആദ്യം ഒന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു ബൗളിലേക്ക് 3 മുട്ട എടുത്തിട്ടുണ്ട്. കൂടി തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി കൊടുക്കാം. എന്നിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ബീറ്ററുകൊണ്ട് ജസ്റ്റ് എന്താ ഇതുപോലെ ഒന്ന് പതഞ്ഞ് കിട്ടിയാൽ മതി. എന്നിട്ട് നമ്മളിതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ നല്ല ഫ്ലഫി ആയിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ആ റിബൺ കൺസിസ്റ്റൻസിയിലേക്ക് കിട്ടണം കേട്ടോ. ആ രീതിയിലേക്കൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലും കൂടി കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഓയിൽ കൊടുത്തതിന് ശേഷം പിന്നെ അധികമായിട്ട് ഓവർ ബീറ്റ് ചെയ്തെടുക്കണ്ട. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മുടെ ബാറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഡേറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് 200 ഗ്രാം അളവിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കുരുവൊക്കെ ഒന്ന് മാറ്റിയിട്ടുള്ള അളവാണ് കേട്ടോ. 200 ഗ്രാം ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 200 ഗ്രാം അളവിൽ തന്നെ ഞാൻ ഒന്ന് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാരറ്റൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് ആ ഒരു തണുപ്പിൽ തന്നെ ഇതിലേക്ക് എടുക്കരുത് കേട്ടോ. അല്ലാതെ അത് തണുപ്പൊക്കെ മാറി എല്ലാം നമ്മൾ റൂം ടെമ്പറേച്ചറിലാക്കിയിട്ട് വേണം കേക്കിലേക്ക് എടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കൊന്നെങ്കിൽ ബീറ്റർ കൊണ്ട് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ സ്പാച്ചില കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ സിനമൺ പൗഡറും കൂടി കൊടുക്കുന്നുണ്ട്. നമ്മുടെ കറുകാപ്പട്ടയുടെ പൊടിയാണ്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ആ ഒരു സിനമൺ പൗഡറൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ ഫ്ലോർ മിക്സ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ മൊത്തത്തിൽ ഇതിൽ കൊടുക്കുന്നില്ല, 2 ബാച്ചസ് ആയിട്ടാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വിധം ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഫ്ലോർ മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു കാരമൽ സിറപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ലപോലെ ചൂട് മാറിയതിന് ശേഷം വേണം കേട്ടോ ഇതിലേക്ക് എടുക്കാനായിട്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കാഷ്യൂസും കൂടെ കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ കാരമൽ സിറപ്പും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കയ്യിലുണ്ടെങ്കിൽ എടുത്താൽ മതി കേട്ടോ. ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കേക്കിലേക്ക് ഒരു നല്ലൊരു ഡാർക്ക് കളർ കിട്ടും കേട്ടോ. നമുക്ക് ആ ഒരു ബാറ്റർ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അതുപോലെ പ്രത്യേക ഒരു ടേസ്റ്റും ആണ്. അപ്പോൾ ഈ ഒരു സിറപ്പ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു കേക്ക് ഓവനിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. ആദ്യം ഒരു 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാം. അതിനുശേഷം 160ലേക്ക് മാറ്റിയിട്ട് ഏകദേശം ഒരു 50 മുതൽ 1 മണിക്കൂർ ടൈം എടുക്കും കേട്ടോ നല്ലപോലെ ഒന്ന് ബേക്കായി കിട്ടാനായിട്ട്. അപ്പോൾ ഈ ഒരു ടൈം നമ്മുടെ ഓവൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചും ആ ഒരു നമ്മൾ എടുക്കുന്ന ബേക്കിംഗ് ട്രേയുടെയും പിന്നെ നമ്മുടെ ബാറ്ററിനൊക്കെ അനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസം ഉണ്ടാവേ. അപ്പോൾ എനിക്കിവിടെ ഒരു 55 മിനിറ്റ് ടൈം ആയ സമയത്താണ് നല്ലപോലെ ബേക്കായി കിട്ടിയിട്ടുള്ളത്. ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ പ്ലം കേക്ക്സ് ഒക്കെ പോലെ തന്നെയാണ് നമ്മൾ അവർ ചെയ്ത അന്ന് തന്നെ കഴിക്കാതെ ഒരു 2 ദിവസമെങ്കിലും അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ആ ഒരു ബട്ടർ പേപ്പറിലൊന്ന് കവർ ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് പിറ്റേ ദിവസമാണെന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മളിതിലേക്ക് എടുത്തിട്ടുള്ള ആ ഒരു ഡേറ്റ്സ് ഒക്കെ ഈവനായിട്ട് എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ക്യാരറ്റൊക്കെ നല്ലപോലെ ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ക്രിസ്മസിന് നിങ്ങൾ എന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ പ്ലം കേക്ക്സിനൊപ്പം തന്നെ ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കേക്കാണ് കേട്ടോ ക്രിസ്മസിലേക്ക് ഈ ഒരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നും കരുതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്